എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ യൂട്യൂബ് ചാനലായ ഡബിൾ മല്ലു വേൾഡിലേക്ക് വലിയൊരു സ്വാഗതം. നമ്മുടെ ചാനൽ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഒത്തിരി ആളുകളുടെ ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ ഒത്തിരി ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ പരിചയക്കുറവൊക്കെ ഉണ്ട്, അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വരാറുണ്ട്. ബട്ട് എങ്കിൽ കൂടിയും കുറേ നല്ല വീഡിയോസ് കൃപാസനത്തെ സംബന്ധിച്ചും അതുപോലെ യാത്രകളെ സംബന്ധിച്ചും ഫുഡിനെയൊക്കെ സംബന്ധിച്ച് നല്ല നല്ല വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മളൊരു വചനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മോസ്റ്റ്ലി നമ്മളുടെ ആളുകളുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒത്തിരി ആളുകൾ വചനം എഴുതി പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ. ഒത്തിരിയേറെ വചനങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. പല കാര്യസാധ്യങ്ങൾക്കായിട്ടും വിമുക്തിക്കായിട്ടും അങ്ങനെ നമ്മുടെ ബൈബിളിലെ വചനങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വചനം നമ്മൾ പറയുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ ഒരു വചനമാണ്. നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അസാധ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വചനം എഴുതുന്നത്. ഒരു പ്രാർത്ഥനാപൂർവം നമ്മൾ ഈ ഒരു വചനം 7 ദിവസത്തേക്കാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഒരു വരയിട്ട ബുക്കിലോ ഒരു വരയിടാത്ത ബുക്കിലോ നമ്മൾ നമ്മുടെ നിയോഗം ആ ഒരു പേപ്പറിൻ്റെ ടോപ്പിൽ എഴുതിയതിന് ശേഷം ഡേ 1 കൊടുത്ത് നമ്മൾ 33 തവണയാണ് ഈ ഒരു വചനം എഴുതേണ്ടത്. ആ വചനം ഇതാണ്: മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്നാണ് ആ വചനം. വളരെ ചെറിയൊരു വചനമാണ്. അപ്പം നമ്മൾ എഴുതേണ്ട രീതി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 33 തവണ ഒരു ദിവസം നമ്മൾ അത് എഴുതി 7 ദിവസം എഴുതി ആണ് നമ്മൾ ആ പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിക്കേണ്ടത്. നമ്മളുടെ നിയോഗം ഏതാണോ ആ നിയോഗം ആ പേപ്പറിൻ്റെ മുകളിൽ എഴുതി ഓരോ ദിവസം ആ നിയോഗം വീണ്ടും എഴുതിയിട്ട് 33 തവണ ഈ പ്രാർത്ഥന എഴുതി 7 ദിവസം കഴിയുമ്പോൾ അത് ഫിനിഷ് ചെയ്യണം. നമ്മുടെ കാര്യങ്ങൾ, അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കിട്ടിയിരിക്കും. ഒത്തിരി പേരുടെ അനുഭവങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. ഒത്തിരി ആളുകൾ ഈ ഒരു പ്രാർത്ഥന എഴുതി നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയും അതുപോലെ തന്നെ മാനസിക സന്തോഷം, ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായ ഒത്തിരി ആളുകൾ നമുക്ക് ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു വചനമാണ്. ഓഫ്കോഴ്സ് എല്ലാ വചനങ്ങളും നല്ലത് തന്നെയാണ്, ബട്ട് ഒത്തിരി പേര് ഫോളോ ചെയ്യുന്ന ഒരു വചനമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വചനം പറഞ്ഞ് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. രാവിലെ വൈകിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 33 തവണ ഇതുപോലെ തന്നെ ഈ ഒരു വചനം പറഞ്ഞ് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അതും 7 ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത്, 33 തവണ. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഈ വചനം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഞാൻ വചനം പറയാം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ വചനം. വളരെ ചെറിയ വചനമാണ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. ഓക്കെ, അപ്പോൾ ഈ വചനം എഴുതി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്നവർ, പരീക്ഷ എഴുതുന്നവർ, അല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നവർ, അങ്ങനെ ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചൊക്കെ സാധ്യമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വചനം എഴുതി നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നന്ദി.